ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഗോതമ്പ് പൊടി മുന്തിരിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിന് എസൻസോ കളറോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കുക. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. പഞ്ചസാരയും മുട്ടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി. നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി. മുട്ട തണുപ്പുണ്ടാവരുത് കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മുന്തിരിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. മുന്തിരി വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. മുന്തിരിയുടെ കുരുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റുക. അതിനുശേഷം ആ ഒരു മുന്തിരിയുടെ ചാറാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ബട്ടർ എടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഫ്ലേവർലെസ് ഓയിലും നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഏലക്ക, അതുപോലെ 2 ഗ്രാമ്പു, ഒരു വലിയ കഷ്ണം പട്ട, കുറച്ച് പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലപ്പൊടിയാണ് നമ്മൾ എസൻസിന് പകരമായിട്ട് ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു പ്ലം കേക്കിൻ്റെ സ്മെല്ലാണ് നമുക്ക് ഈ ഒരു കേക്കിന് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എടുക്കാം നിങ്ങൾക്ക്. അതിന് പകരം മൈദ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മൈദ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ ഒരു ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പിൽ ചെയ്താലും നന്നാവുമോ എന്നൊക്കെ സംശയമുള്ളവർക്കും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ കുറേശ്ശെയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നമ്മൾ ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ടയായിട്ടാവും കിട്ടുക. അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി, ഈ ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ നിങ്ങൾക്ക് ഒരു അരപ്പയിലിട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം അരിച്ചിട്ട് എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഏത് ടിന്നിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിൻ എല്ലാവർക്കും അറിയുന്നതന്നെയാണ്. ആദ്യം നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് തട്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് ടിന്നിൽ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ ഓവനിലോ ഇല്ലെങ്കിൽ സ്റ്റൗവിലോ നമുക്ക് സ്റ്റീം ചെയ്തിട്ടൊക്കെ ഇത് എടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ഇതുപോലെ ചെയ്താൽ മതി. എന്നാൽ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിക്കോളും, ഇല്ലെങ്കിൽ ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റൗവിലാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ചെയ്ത പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ലൈസ് ആക്കി ഇട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അത് നല്ല പ്ലം കേക്കിൻ്റെ സ്മെല്ലാണെന്ന്. പ്ലം കേക്കിൻ്റെ അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടുന്നൊരു കേക്കും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓവൻ തന്നെ വെച്ചിട്ടുള്ളത്. സ്റ്റൗവിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.